പിണറായി വിജയന്റെ ജീവിതം ചരിത്രം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. കാരണം ഈ ക്രിമിനലായ പിണറായി വിജയൻ 6 തവണ കേരള നിയമസഭയിലേക്ക് മത്സരിച്ചു. സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിച്ചു. ഇവിടെ വെള്ളടത്ത് പോയി മത്സരിച്ചില്ല, സ്വന്തം നാട്ടിൽ മത്സരിച്ചു. ആ നാട്ടിൽ 6 തവണയും ജയിച്ചു. ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 50,000-ന് മുകളിലാണ്. ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു നേതാവാണ് സഹ പിണറായി വിജയൻ. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആ ക്രിമിനലായി ആക്ഷേപിക്കപ്പെടുന്ന പിണറായി വിജയന് രണ്ടാമതൊരു ഭരണം കൊടുത്തതും ഈ കേരളത്തിലെ ജനങ്ങളാണ്. എന്താ ഇതിന്റെ കാര്യം? സത്യസന്ധതയോടും സുതാര്യമായും നിശ്ചയദാർഢ്യത്തോടും അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുക, കള്ളക്കേസിൽ കൊടുക്കുക, എന്തെല്ലാം ചെയ്തു? ഏതെങ്കിലും ഒരു കാര്യം അവരുന്നയിച്ച് തെളിയിക്കാൻ അവർ കഴിഞ്ഞില്ല. ഇന്നെന്താണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം? ഇങ്ങനെ ഒരു ഭരണം മുന്നോട്ട് പോയാൽ തുടർഭരണം മാത്രമല്ല, തുടർച്ചയായ ഭരണം ഇടതുപക്ഷത്തിന് കേരളത്തിൽ ലഭിക്കും. 2026 ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഞാൻ ഇപ്പൊ പുന്നപ്പുറ പറയുന്നു, 2023 ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ പറയുന്നു. എന്റെ നാക്കൊന്നും മോശം വരില്ല. സതീശൻ പറഞ്ഞ പോലെ ഇച്ചിരി കുഴപ്പമുള്ളതായും ഇച്ചിരി കുഴപ്പമുള്ള നാക്കാണ് ഞാൻ പറയുന്നു. സതീശന്റെ മണ്ഡലത്തിൽ പോയി ഞാൻ പറഞ്ഞു, സ്വപ്നം കാണത്തേ ഉള്ളൂ, ഇടതുപക്ഷ മുന്നണി 2026 അധികാരത്തിൽ വരും. ഞാനത് പറഞ്ഞതിന്റെ പേരിലാണ് സതീശൻ ആകെ ഭ്രാന്തത്. കാരണം ആകെ ഒരു പ്രതീക്ഷയായിരുന്നു 2026 നോക്കാം. പിറ്റേ ദിവസം എന്തെങ്കിലുമായിട്ടൊരു പ്രസ്ഥാനം കൂടി നടത്തി. അത് കുഴപ്പമൊന്നുമില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഉജ്ജ്വല വിജയം നമ്മൾ നേടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്ഷേപിക്കുന്നവർക്കെല്ലാം ശക്തമായ തിരിച്ചടി കൊടുക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നല്ല തരത്തിലുള്ള മുന്നേറ്റം നമുക്കുണ്ടാകും. ഒരു സംശയം വേണ്ട. രാഷ്ട്രീയം അങ്ങനെ മാറുകയാണ്. കോൺഗ്രസിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുമോ? എന്തെങ്കിലും നിലപാടുണ്ടോ കോൺഗ്രസ്? ഏറ്റവും അവസാനത്തെ ഒരു ഇഷ്യൂ മാത്രം, ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെ സംസാരിക്കും. ബാബറി മസ്ജിദ് പ്രശ്നമുണ്ട്, കോടതി വിധി വന്നു, അതിനെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ശ്രീരാമനെ ദൈവമായി കാണുന്ന ജനങ്ങളാണല്ലോ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും. അല്ലാതെ ആരും അദ്ദേഹം ദൈവമല്ലെന്നും ആരും പറയുന്നില്ല. ക്ഷേത്രം പണിയാൻ എല്ലാ തരത്തിലും സഹായിച്ചത് കോൺഗ്രസാണ്. പക്ഷെ പണിയാൻ സഹായിച്ചത് എങ്ങനെയാണ്? മറ്റൊരാളിന്റെ ആരാധനാലയം പൊളിച്ചിട്ടാണ് സഹായിച്ചത്. മറ്റൊരാളുടെ ആരാധനാലയം പൊളിച്ചിട്ട് സഹായിച്ചു. അവസാനം കോടതി ശാശ്വതമായ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവിടെ രാമക്ഷേത്രം പണി അനുവാദം കൊടുത്തു. രാമക്ഷേത്രം പണിത് അത് രാജ്യത്തിന് സമർപ്പിക്കുന്നത് ആരെങ്കിലും എതിർക്കുന്നില്ല. എന്നാൽ പ്രശ്നം എന്താ? അതിനെ ഇന്ത്യയിലെ BJP RSS രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഈ രാജ്യത്തെ ദൈവങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ വിശ്വാസികളായിരിക്കാം. എല്ലാ മതങ്ങൾക്കും വിശ്വാസമുണ്ട്, ദൈവങ്ങളുണ്ട്. ഓരോ മതവും ദൈവങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം നടത്തിയ എന്താ സ്ഥിതി? ഇപ്പൊ മുസ്ലിങ്ങൾ അവരുടെ ദൈവം അള്ളാഹുവിനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയ സ്ഥിതി നമ്മൾ അനുകൂലിക്കില്ല. ക്രിസ്ത്യാനികളെ നാളെ യേശുക്രിസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ BJP സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് വേണ്ടി ശക്തി പകരാൻ രാമനെ ഉപയോഗിക്കുന്നു. അതാണ് പ്രശ്നം.